ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് നമുക്കൊരു സ്വീറ്റ് റെസിപ്പി നോക്കിയാലോ? ചൗവരിയും ക്യാരറ്റും വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അങ്ങനെ ഇരിക്കുമ്പോൾ മധുരം കഴിക്കണമെന്നൊക്കെ തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് ചൗവരി ഇട്ട ശേഷം നന്നായി വാഷ് ചെയ്ത ശേഷം ഇത് 1 മണിക്കൂർ കുതിർക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കുതിർത്ത് വേണം ചൗവരി ഉപയോഗിക്കുവാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചൗവരി കുഴഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സൈസിൽ വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് കൂടി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കിസ്മിസും ബദാമും മാറ്റിയ ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഈ നെയ്യിലിട്ട് നല്ലതുപോലെ വഴട്ടി എടുക്കാവുന്നതാണ്. ക്യാരറ്റിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ചൗവരിക്ക് 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കൈയെടുക്കാതെ പാല് ഇളക്കി കൊടുക്കുക. പാല് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ നമ്മുടെ സ്വീറ്റിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാൽ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെള്ളം വാറ്റി വെച്ചിരിക്കുന്ന ചൗവരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചൗവരി വെന്ത് കിട്ടും. നന്നായി ഇളക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. ക്യാരറ്റ് ഇടുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറി വരും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായുടെ അരി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ലെങ്കിൽ അതനുസരിച്ചുള്ള പഞ്ചസാര അധികം ചേർത്താൽ മതി. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കില്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച ശേഷം നമുക്കിത് തിളപ്പിക്കേണ്ട. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മിൽക്ക് മെയ്ഡ് ഒഴിക്കുവാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.